എല്ലാവർക്കും ഫിഷിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും ഇന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിക്കാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയുള്ള പാടമുണ്ട്. അപ്പോൾ ആ പാടത്തിൻ്റെ ഏരിയയിൽ കുറച്ച് കുളങ്ങളുണ്ട്. ചെറിയ കുളങ്ങളാണ്, എന്നാലും മീനുള്ള 1-2 കുളമുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മീനടിക്കാൻ ചാൻസ് ഉള്ള കുളങ്ങളാണ്. ഓക്കെ, നമ്മൾ അതിൽ കൂടെ പോയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കൂടെ കൊണ്ട് കിടക്കാണ് പാടത്തേക്ക്. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നടക്കാം. വഴിയുണ്ട്, പക്ഷെ അത് കാടായി. ഞാൻ അതിൽ തന്നെ പോകാറ്, പക്ഷെ അത് ഞാനുള്ളപ്പോൾ ഇത്ര കാടില്ലല്ലോ. ഇപ്പോൾ ഒരു കുളത്തേക്ക് എത്തിയേക്കാണ്. ഇത് കണ്ടത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ കൃഷിക്ക് വേണ്ടി ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന, ഇപ്പോഴും ഉപയോഗിക്കണ പറമ്പൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ കുളമാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു കുളമുണ്ട്. പിന്നെ ഇതിൽ അറ്റത്ത് ഇതവിടെ ഇറങ്ങിയിട്ടൊരു കുളമുണ്ട്. അപ്പം കാശ് നോക്കാം, മീനടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ല, മീനൊക്കെ മറിഞ്ഞ് കൊണ്ടുവരുന്നു. ഓക്കെ, ഉപയോഗിക്കുന്നത് പറയുന്നത് അബുഗ്രാസിയുടെ പ്രോമാക്സ് 3 ആണ് കേട്ടോ. കണ്ടില്ലേ, പിന്നെ ലൂക്കാനയുടെ തന്നെ ഒരു റോഡാണ്. അച്ഛൻ ഉപയോഗിക്കുന്നതോട് ഞാൻ ഉപയോഗിക്കുന്ന റീലാണ്. ഇത് നമ്മുടെ സൗഗിലാങ്ങിൻ്റെ ഒരു ഫുൾ റെഡ് ഉള്ളൊരു റീലും, പിന്നെ സെയിം സ്റ്റിക്ക് തന്നെ. അത് 6 ഫീറ്റാണ്, ഇത് 7 ഫീറ്റാണ്. ഓക്കെ, എന്തായാലും ഇനി കാസ്റ്റ് ചെയ്യാം. ഓക്കെ, വേണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് വെച്ചാൽ കണ്ടം തന്നെയാണ്. പിന്നെ ഇപ്പോൾ കൃഷി ചെയ്യേണ്ടി കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ജനം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതിൽ അറ്റത്താണ്. അറ്റത്ത് ആ ഒരു വെള്ള വീടിൻ്റെ അവിടെയായിട്ട് ഒരു കുളമുണ്ട്. പിന്നെ ഞങ്ങൾ മാറിയിട്ടൊരു കുളമുണ്ട്. അപ്പോൾ എങ്ങനെ ചണ്ടി ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കണം. മീൻ ഇഷ്ടംപോലെ ഉള്ള, നമുക്ക് മീൻ ഇഷ്ടംപോലെ നാടൻ വരാലൊക്കെ അടിച്ച് കിട്ടിയുള്ള ഹെവി ബ്രാൽ കിട്ടിയുള്ള സ്പോട്ടാണ്. അവിടെ പോവാം. ഓക്കെ, ഒരു പുല്ലുണ്ട്, പുല്ലിൽ കൂടെ പോകണം. ഇതേ അവിടെ നിങ്ങൾ വന്നു, കണ്ടില്ലേ, നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അവിടെ ആയിട്ടാണ് കുളമുള്ളത്. അവിടെ വരെ നടക്കണം. ഇത് പോത്തിനെ കെട്ടണമുണ്ട്. ഇവിടെ ഒരു വഴിച്ചാലുണ്ട്. നമ്മൾ കുളത്തിലെത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് സാധനം ഈ കുളം ഒന്നില്ലെങ്കിൽ മൂടുമ്പോൾ ഫുള്ളായിട്ട് മൂടാറുണ്ട്. കറക്റ്റായിട്ട് അവിടെ ആയിട്ട് ഇതേ ഒരു സ്പോട്ടുണ്ട്. അവിടെ ആയിട്ടൊരു കറക്റ്റ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ടാണ് കാസ്റ്റ് ചെയ്യണം. അവിടെ മീൻ വന്ന് പോകുന്നുണ്ട്. അവിടെ പൊടിയുണ്ട്. ഓക്കെ, വെയിലാണ്. അവിടെ ബാക്ക് സൈഡിൽ നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെസ്റ്റ് ക്യാമാണ്. എന്തായാലും നമുക്ക് നോക്കാം, മേടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരേ സൈഡിലൊന്ന് പോകുന്നുണ്ട്. ഈ സൈഡിലൊന്നും ഒരു കാശയാണ്. ചാടിച്ചിറക്കുമ്പോൾ ചിലപ്പോൾ ഒന്നടിക്കും. എനിക്ക് ഇടണുള്ളൂ. അച്ഛന് സ്ട്രൈക്ക് വന്നായിരുന്നു അച്ഛൻ. അപ്പോൾ നമ്മളവനെ കയറ്റാൻ പോകണ്ട. നമ്മളവനെ ഇപ്പോൾ കയറ്റും. വെച്ച് പോകാൻ പെട്ടുണ്ട് കേട്ടോ. വെച്ചിപ്പോൾ അവൻ നമ്മൾ അടിച്ച് കയറ്റുമെന്ന് പറഞ്ഞു. അവനെ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു അത്യാവശ്യം മുഴുത്ത ഒരു നാടനാണ് കേട്ടോ. ഒരു വെച്ച് കൂടും എന്തായാലും മീൻ. ഓക്കെ, വെച്ചേ ഒരു അടിപൊളി മീൻ. നിങ്ങൾ ഈ ഒരു വലിപ്പം കണ്ടിട്ടുണ്ടാവില്ല. കണ്ടില്ലേ, ഒരു അടിപൊളി നാടനാണ് കേട്ടോ. ഒരു അടിപൊളി നാടൻ ഉണ്ടല്ലേ, വലിപ്പം ഉണ്ടല്ലോ. ഒരു അടിപൊളി നാടനാണ്. ഓക്കെ, പിന്നെ എടുത്ത് കാസ്റ്റ് ചെയ്യാം. ഓക്കെ, സാധ്യത നോക്കി. ഓക്കെ, ഇതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹുക്ക് എടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം വീണ്ടും കാസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല
മീനാടില്ല, അടില്ല 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 ഒരു ഇല്ലാന്ന് അറിയോ. പക്ഷെ മീനടിച്ചു, പക്ഷേ മീന് കിട്ടിണ്ടായില്ല. അച്ഛൻ്റെ ഹുക്കപ്പിൽ ഒരു ഫ്രോഗുമ്മയാണ് എന്ത് ചെയ്തത്, ഫ്രോഗുമ്മയാണ് എന്ത് ആ പുല്ല് നടത്തിയത്. മീനെ കിട്ടിയിട്ടുണ്ടായില്ല, മീന് വല കിട്ടിയില്ല. അത് വലിച്ചത് ഇങ്ങനെ ഇത് കറങ്ങുന്നുണ്ട്. അവനടുത്ത് കയറ്റുമെന്ന് പറഞ്ഞാൽ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരു അത്യാവശ്യം കുളിച്ച ഒരു നാടനാണ്. ഒരു വെട്ടി കൂടും ഉണ്ടായിരുന്നു. ഓക്കെ, ബെസ്റ്റ് വേല ശരി, ഒരു അടിപൊളി. നിങ്ങൾ ഈ ഒരു വലിപ്പം കണ്ടിട്ടുണ്ടാവില്ല, കണ്ടില്ലേ? ഒരു അടിപൊളി നാടനാണ് കേട്ടോ. ഒരു അടിപൊളി നാടൻ ഉണ്ടല്ലേ, വലിപ്പം ഉണ്ടല്ലോ. ഒരു അടിപൊളി നാടനാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം കാണിച്ചാൽ മതി. വെള്ളം ഇതിൻ്റെ ഉക്കിലും പോയി നമുക്ക് ഹുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് വീണ്ടും കാണിച്ചാൽ മതി. ഈ സൈഡ് കൂടി അച്ഛാ, ആ സൈഡ് കൂടി അടിച്ചോ, ഞാൻ ഈ സൈഡ് കൂടി അടിച്ചോ. കൊച്ചിറങ്ങുന്ന കയറി കയറി പോലെ. നമുക്ക് നാടൻ വല അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ബ്രാല അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാലാണ്, കണ്ടില്ലേ? ഒരു ഏവറേജ് വലിപ്പമുള്ള അത്യാവശ്യം നല്ല ഒരു ബ്രാലാണ് നമുക്ക് അടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അത്യാവശ്യം നല്ലൊരു നാടനാണ് അടിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ചാക്കിലാക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ചാക്കിലാക്കാം. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ബ്രാലാണ്, കണ്ടില്ലേ? ഒരു ഏവറേജ് വലിപ്പമുള്ള അത്യാവശ്യം നല്ല ഒരു വ്യായാമങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം നല്ലൊരു നാടകമാണ് അടിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രാല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം നമുക്ക് വീണ്ടും ഒരു ഗ്രാല് കിട്ടി. നല്ലൊരു ഗ്രാല് തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം വീണ്ടും കാട്ടി ഏകദേശം ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഗ്രാല് കിട്ടി. അത്യാവശ്യം നല്ലൊരു ഗ്രാല് തന്നെയാണ്. ഓക്കെ, അതെല്ലാം വീണ്ടും കാസ്റ്റ് ചെയ്യാം. ചെറുതാട്ടോ,
എവിടെ സ്ഥലമുണ്ട് വീഡിയോ ആണല്ലോ. ഒരു അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാണ്, ചെറിയൊരു വരാലാണ്, ഒരു മീഡിയം. പിന്നെ എന്തായാലും നമുക്ക് എടുക്കാം. ഓക്കെ, എടുത്തിട്ട് കാസ്റ്റ് ചെയ്യാം. അതെ ഈ പുല്ലിൻ്റെ അടിയിൽ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട ഞങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലായി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 6:30 വന്നെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ ഒരു അറ്റത്ത് വലിയ വേല കിട്ടിയ സ്പോട്ടിൽ നിന്ന് കുറച്ചുകൂടി മീൻ അടിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കുളങ്ങളിലൊന്നും നമ്മൾ വെയിലായതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കുളങ്ങളൊക്കെ കലങ്ങി നമുക്ക് അടിക്കാൻ പറ്റിയ അവസ്ഥയല്ല എടുക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ. കിട്ടിയ മീനാണ് നമുക്ക് അതിലും നല്ല അതിപ്പോൾ നാടൻ വരലാണ് കിട്ടിയത്. നല്ല മുട്ടൻ വരലാണ് കിട്ടിയത്. കണ്ടില്ലേ, ആ വട്ടയിൽ തന്നെ വളഞ്ഞ കിടക്കണം. അത് കൂടെ കിട്ടിയത് അത്യാവശ്യം വലിയ ഹെവി വരാൽ തന്നെയാണ്. വലിപ്പം തോന്നും, മറ്റേൻ്റെ കൂടെ കിടക്കുമ്പോൾ വലിപ്പം തോന്നാത്തതാണ്. വലിപ്പം ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷെ വേണ്ടല്ലോ, അല്ല ഹെവി ബ്രാല് ഉണ്ടോ, ഹെവി ബ്രാലാണ് കേട്ടോ, ഹെവി ബ്രാല്. ഓക്കെ, നാടൻ ബ്രാലാണ്. ഉണ്ടല്ലേ, അത് നാടൻ ബ്രാലാണ് കേട്ടോ. ഓക്കെ, നല്ല ബ്രാലാണ്. പിന്നെ ഒരു മീഡിയം കേട്ടോ. മീഡിയം എന്ന് പറയാനില്ല, മുട്ടൻ ബ്രാലിനാണ്. കേട്ടോ, അടിപൊളി ബ്രാല്. ഓക്കെ, പിന്നെ ഉണ്ട് മീഡിയം, ഇതാണ് സാധാ മീഡിയം ബ്രാല്. ഓക്കെ.